കരളു പങ്കിടാൻ വയ്യൻ്റെ പ്രണയമേ, പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. കവി അയ്യപ്പൻ്റെ പ്രശസ്തമായ വരികളാണിത്. പ്രണയിനിക്ക് കൊടുക്കേണ്ട കരൾ പകുത്ത് ലഹരിക്ക് കൊടുക്കേണ്ടി വന്ന ഒരു കാമുകൻ്റെ ആത്മരോദനമാണിത്. ഈ ആത്മരോദനത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിൻ്റെ തുടക്കം. എങ്ങനെ ഒരു ദുശീലത്തെ പടിക്ക് പുറത്താക്കാം? ഈ വിഷയം ചർച്ച ചെയ്യുന്നത് താഴെ പറയുന്ന രീതിയിലാണ്. ആദ്യം നാം ശീലങ്ങളെക്കുറിച്ച് അല്പം സംസാരിക്കും. ശീലവും ദുശീലവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കും. ഒരു വ്യക്തി ശീലത്തിൽ നിന്നും ദുശീലത്തിലേക്ക് പോകുന്നത് എങ്ങനെ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന ജൈവശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ആ ജൈവശാസ്ത്രം തലച്ചോറിൻ്റെ ജൈവശാസ്ത്രമാണ്. എന്താണ് ഇതിന് ലഭ്യമാകുന്ന ചികിത്സാ പദ്ധതികൾ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കും. എങ്ങനെ ഒരു ദുസ്വഭാവത്തെ പടിക്ക് പുറത്താക്കാം എന്ന് നമ്മൾ ആലോചിക്കും. ആദ്യമായി നമുക്കറിയാം, നമുക്കെല്ലാം ഓരോ ശീലങ്ങളുണ്ട്. മലയാളികൾക്ക് പ്രത്യേകിച്ച്. നാം രാവിലെ എഴുന്നേൽക്കുന്നു, പല്ലു തേക്കുന്നു, ഒരു ചായ കുടിക്കുന്നു, പത്രം വായിക്കുന്നു, വീട്ടുജോലികൾ ചെയ്യുന്നു അല്ലെങ്കിൽ സഹായിക്കുന്നു. നാം നമ്മുടെ കൃത്യസമയത്ത് നമ്മുടെ ജോലി സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ ജോലിയിൽ ഏർപ്പെടുന്നു, തിരിച്ചു വരുന്നു. ഇതിലെല്ലാം ഒരു റുട്ടീനുണ്ട്, ഒരു ശീലമുണ്ട്, ഒരു ദിനചര്യയുണ്ട്. നാം പറയുന്നത് അത്തരം ശീലങ്ങളെക്കുറിച്ചല്ല, ദുശീലങ്ങളെക്കുറിച്ചാണ്. ദുശീലം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ലഹരിയാണ്. എന്താണ് ശീലങ്ങളും ദുശീലങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ലഹരി ഉപയോഗിക്കുമ്പോൾ എന്താണ് ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത്? നമുക്കറിയാവുന്നതുപോലെ പ്രധാന ലഹരികൾ കേരളത്തിൽ ഇന്നും മദ്യപാനവും പുകവലിയുമാണ്. പക്ഷേ നാം എപ്പോഴും ഓർക്കുക, നവലഹരികൾ ഫേസ്ബുക്കും ഇൻ്റർനെറ്റും വാട്സാപ്പും ഉൾപ്പെടെ ഉള്ളവയെ നമുക്ക് ലഹരി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അവയ്ക്കടിമയായവരെയും നമുക്ക് ലഹരിക്ക് അടിമ എന്ന് തന്നെ പറയാം. എങ്ങനെയാണ് ഒരു വ്യക്തി ഈ ലഹരിയുടെ വിവിധ പടവുകളിലൂടെ സഞ്ചരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കറിയാം, മദ്യം കഴിച്ചു തുടങ്ങുന്ന ഒരു വ്യക്തിയും ആദ്യം 5-6 പെഗ് കഴിച്ചല്ല തുടങ്ങുന്നത്. കൗമാരക്കാരനായ കുട്ടി അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ആദ്യം മദ്യം ഉപയോഗിക്കുന്നതിന് പല കാരണങ്ങളുണ്ടാവാം. ചിലപ്പോൾ തൻ്റെ കൂട്ടുകാരുമായുള്ള ഇടപെടലിൽ നിന്നും, ഒരു ദുർബല നിമിഷത്തിൽ അവർ പറഞ്ഞതിൽ നിന്നുമായിരിക്കാം. ചിലപ്പോൾ ഒരു രസത്തിന് വേണ്ടിയായിരിക്കാം. അല്ലെങ്കിൽ മനസ്സിൽ എന്തോ ഒരു സങ്കടമോ അല്ലെങ്കിൽ അല്പം ചില സന്തോഷമോ വരുമ്പോഴായിരിക്കും. ഇത്തരത്തിൽ തുടങ്ങുന്ന ഈ ലഹരി ഒരു മനുഷ്യനെ ബാധിക്കുന്നത് ഏതൊക്കെ ഘട്ടത്തിലൂടെയാണെന്നത് പരിശോധിക്കാം. നാം ലഹരി ഉപയോഗിക്കുന്നു, ചെറിയൊരു അളവിൽ ലഹരി ഉപയോഗിക്കുന്നു, നമുക്കൊരു സന്തോഷമുണ്ടാകുന്നു. പതുക്കെ പതുക്കെ വർഷത്തിലൊരിക്കൽ, 6 മാസത്തിലൊരിക്കൽ, 3 മാസത്തിലൊരിക്കൽ, എല്ലാ മാസങ്ങളിലും 2-ാം ശനിയാഴ്ച അടുപ്പിച്ച് എല്ലാ ശനിയാഴ്ചകളിലും, ആഴ്ചയിൽ 2 പ്രാവശ്യം, ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇത്തരത്തിൽ ആ വ്യക്തി ലഹരിയുടെ പടവുകൾ കയറുന്നു. അപ്പോൾ സംഭവിക്കുന്നതൊരു കാര്യമാണ്. നേരത്തെ 1-2 പെഗ് കഴിച്ചിരുന്ന ഒരാൾക്ക് അതേ ലഹരി കിട്ടണമെങ്കിൽ വീണ്ടും ആ ലഹരി പദാർത്ഥത്തിൻ്റെ അളവ് കൂട്ടേണ്ടി വരുന്നു. അത് 3-4 പെഗ്ഗായിട്ട് വരുന്നു. ഇതിനെ നമ്മൾ സഹനം അഥവാ ടോളറൻസ് എന്ന് പറയുന്നു. ഇതോടൊപ്പം സംഭവിക്കുന്ന മറ്റൊന്നാണ്, ഈ വ്യക്തിയുടെ വ്യക്തിജീവിതവും സാമൂഹ്യ ജീവിതവും കുടുംബജീവിതവും എല്ലാം ഉപേക്ഷിച്ച് ഈ വ്യക്തി ലഹരി കേന്ദ്രീകൃതമാകുന്നു. ഈ വ്യക്തിയുടെ എല്ലാ പ്രവർത്തികളും, എല്ലാ ചിന്തകളും ലഹരിയെ കേന്ദ്രീകരിച്ചായിരിക്കും. രാവിലെ എഴുന്നേറ്റാൽ ഈ ലഹരി പദാർത്ഥം എങ്ങനെ സംഘടിപ്പിക്കാം, അതിനുള്ള പണം എവിടെ നിന്ന് കിട്ടും, എങ്ങനെ തൻ്റെ സുഹൃത്തുക്കളുമായി ഇടപഴകുമ്പോൾ ഇത് ഉപയോഗിക്കാം, എവിടെ വെച്ച് ഇത് ഉപയോഗിക്കാം. ഇത്തരത്തിൽ വ്യക്തി പൂർണ്ണമായും ലഹരിയെ കേന്ദ്രീകരിച്ച് ചുറ്റിപ്പറ്റി നിൽക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു വ്യക്തി തൻ്റെ സാമൂഹികപരമായ ഉത്തരവാദിത്തങ്ങളും തൻ്റെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്വവും പൂർണ്ണമായും മറക്കുന്നു. ഈ വ്യക്തിക്ക് എപ്പോഴെങ്കിലും ഈ ലഹരി നിർത്തേണ്ടി വന്നാൽ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ അഥവാ വിഡ്രോവൽ ഫീച്ചേഴ്സ് എന്ന് പറയും. ഓരോ ലഹരി പദാർത്ഥത്തിനും ഓരോ പ്രത്യേക പിൻവാങ്ങൽ ലക്ഷണങ്ങളുണ്ട്. അതിൽ നിന്ന് നമുക്കറിയാൻ പറ്റും ഈ വ്യക്തി ഏത് ലഹരി പദാർത്ഥമാണ് ഉപയോഗിച്ചിരുന്നതെന്ന്. ഇത്തരത്തിലുള്ള പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഉണ്ടാകും. ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഈ വ്യക്തിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതല്ല. ഇപ്പോൾ ശാരീരികമായ അടിമത്തം, ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ഉള്ള പദാർത്ഥങ്ങളാണ് ഈ വ്യക്തി ഉപയോഗിക്കുന്നത്. ഉദാഹരണം മദ്യം. ഇദ്ദേഹത്തിനുണ്ടാകുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങൾ വിറയലുണ്ടാകും, ദേഷ്യമുണ്ടാകും, നെഞ്ചിടിപ്പ് കൂടും, അസ്വസ്ഥതകൾ ഉണ്ടാകും. അപ്പോൾ ലഹരിയുടെ പടവുകൾ നടന്നു കയറി ഒരു വ്യക്തി ലഹരി പദാർത്ഥം നിർത്താൻ ശ്രമിക്കുമ്പോൾ ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഉണ്ടാവുകയും ആ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ വീണ്ടും അദ്ദേഹത്തെ ഈ ലഹരി പദാർത്ഥം എടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ അദ്ദേഹം ശാരീരികമായും മാനസികമായും ഈ വസ്തുവിന് അടിമപ്പെടും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം അറിയേണ്ടത് തലച്ചോറിൻ്റെ പ്രവർത്തനമാണ്. നമുക്കറിയാം, നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തി, വിവരങ്ങളുടെ വിശകലനം, കാര്യശേഷി, വസ്തുക്കൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ തിരിച്ചറിയാം, നല്ലതും ചീത്തയും തമ്മിലുള്ള തിരിച്ചറിയാം, ഇവയൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. ലോകത്ത് കിട്ടുന്ന പലതരം അനുഭവങ്ങളിൽ നിന്നും അനുഭവങ്ങളെ സ്വാംശീകരിച്ച് പുതിയതായുള്ള നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ, ആ നിഗമനങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ നമ്മെ പരിശീലിപ്പിക്കുന്നത്, നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് തലച്ചോറാണ്. ഈ തലച്ചോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ പ്രീ ഫ്രണ്ടൽ ദളം എന്ന് പറയുന്ന സാധനമാണ്.
3-4 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഈ പ്രീ ഫ്രണ്ടൽ ദളം കൊണ്ടാണ് മനുഷ്യന് ചൊവ്വാഗ്രഹത്തിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ സാധിക്കുന്നതും ഇത്രത്തോളം ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം നേടാൻ സാധിച്ചതും. ഈ പ്രീ ഫ്രണ്ടൽ ദളം തന്നെയാണ് നല്ലതും ചീത്തയും നമ്മെ തിരിച്ചറിയാൻ പ്രേരിപ്പിക്കുന്നത്. തലച്ചോറിലെ പ്രധാന ചില രാസതന്മാത്രകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു രാസതന്മാത്രയാണ് ഡോപ്പമിൻ. ഡോപ്പമിനെ നമുക്ക് സന്തോഷത്തിൻ്റെ രാസതന്മാത്ര എന്ന് വിളിക്കാം. നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന ഏത് കാര്യം ചെയ്താലും തലച്ചോറിൽ ഡോപ്പമിൻ്റെ അളവായി പ്രതിഫലിപ്പിക്കപ്പെടും. ഉദാഹരണം, നിങ്ങളൊരു നല്ല പുസ്തകം വായിക്കുന്നു, നല്ല പാട്ട് കേൾക്കുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു. അപ്പോഴൊക്കെ തലച്ചോറിൽ ഡോപ്പമിൻ്റെ അളവാണ് കൂടുന്നത്. മദ്യം കഴിച്ചാലും കഞ്ചാവ് ഉപയോഗിച്ചാലും കൊക്കൈൻ ഉപയോഗിച്ചാലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ അതിൻ്റെ വ്യത്യാസമുണ്ട്. നാം നേരത്തെ സൂചിപ്പിച്ച പുസ്തകം വായിക്കുമ്പോഴോ കുടുംബത്തിനോട് സമയം ചിലവഴിക്കുമ്പോഴോ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന ഡോപ്പമിൻ്റെ അളവ് 25-ഓ 50-ഓ ആണെന്ന് വിചാരിക്കുക. പഠനങ്ങൾ കാണിക്കുന്നത് സിഗരറ്റിന് പോലും ഇത് 500കളിലാണെന്നാണ്. മദ്യത്തിന് ഇത് 1000ങ്ങളിലാണ്, കഞ്ചാവിന് ഇത് 10,000ങ്ങളിലാണ്, കൊക്കൈന് ഇത് ലക്ഷങ്ങളിലാണ്. അതായത് തീവ്രമായ ലഹരി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ വളരെ കൂടുന്നു. നമ്മൾ മറ്റൊരു രീതിയിൽ മനസ്സിലാക്കിയാൽ നാം സന്തോഷം കൂടുതൽ അനുഭവിക്കുന്നു. അപ്പോൾ വളരെ എളുപ്പമായി ഇത് നമുക്ക് തോന്നാം, കൂടുതൽ സന്തോഷമുണ്ടാകുന്നുണ്ടല്ലോ, എന്താ കൂടുതൽ ഉപയോഗിച്ചാലെന്ന്. പക്ഷേ അവിടെയാണ് പ്രശ്നം. അധികമായാൽ അമൃതും വിഷമെന്ന് നമുക്കറിയാം. ഇത്തരത്തിൽ തലച്ചോറിൽ ഈ ഡോപ്പമിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ തലച്ചോറിലെ കോശങ്ങളെ അവ നശിപ്പിക്കും. നമുക്കറിയാം, തലച്ചോറിലെ കോശങ്ങൾ ഒരു പ്രാവശ്യം നശിച്ചു പോയാൽ വീണ്ടും അവ തിരിച്ചു വരില്ല. നാം നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ചിന്തയെയും പ്രവൃത്തിയെയും ബുദ്ധിശക്തിയെയും നിരീക്ഷണ പാടവത്തെയും ഒക്കെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ കോശങ്ങളെ തിരിച്ചു വരാനാവാത്ത വിധം ഈ ലഹരിയുടെ ഫലമായി ഉണ്ടാകുന്ന ഡോപ്പമിൻ നശിപ്പിക്കും. കുട്ടികളുടെ കാര്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പഠനങ്ങൾ കാണിക്കുന്നത് കുട്ടികളുടെ ഈ പ്രീ ഫ്രോണ്ടൽ ദളമൊന്ന് വികസിച്ച് വലുതാവണമെങ്കിൽ 22 മുതൽ 25 വയസ്സ് വരെ പ്രായമാകണമെന്നാണ്. അതുകൊണ്ടാണ് പല ലോകരാജ്യങ്ങളിലും ലഹരി വാങ്ങാനുള്ള പ്രായപരിധി 25ആയി നാം നിജപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് ലഹരി ഉപയോഗിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രീ ഫ്രോണ്ടൽ ദളം വികസിച്ചിരിക്കണം എന്നുള്ള ശാസ്ത്രീയ തത്വമാണ് അതിൻ്റെ പിന്നിൽ. ഈ സാഹചര്യത്തിൽ പക്വമാവാത്ത തലച്ചോറിലേക്ക് ലഹരിയുടെ ആദ്യ കണങ്ങൾ നമ്മൾ കടത്തിവിട്ടാൽ ഒരു വ്യക്തി നാം നേരത്തെ സൂചിപ്പിച്ച പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് നിർത്തിയാൽ ഈ വ്യക്തിക്ക് പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഉണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 25,000-ഓ 30,000-ഓ മാസശമ്പളം വാങ്ങിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ശമ്പളം പകുതിയായി കുറച്ചാൽ, 10,000-ഓ 15,000-ഓ ആക്കി കുറച്ചാൽ എന്ത് ബുദ്ധിമുട്ടാവുമോ ഉണ്ടാവുക, അതിനേക്കാൾ ഭീകരമായ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് സ്വയം ഇത് നിർത്താൻ സാധ്യം അല്ല. അപ്പോൾ നാം എന്ത് ചെയ്യും? അവിടെയാണ് ചികിത്സയുടെ പ്രസക്തി. ചികിത്സയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ശാസ്ത്രീയ തത്വങ്ങൾ തന്നെയാണ്. ഏതൊരു ലഹരി പദാർത്ഥമാണോ ഈ വ്യക്തി ഉപയോഗിക്കുന്നത് അതിന് സമാന സ്വഭാവമുള്ള വൈദ്യശാസ്ത്രം അംഗീകരിച്ച ഒരു ലഹരി പദാർത്ഥം തന്നെയാണ് നമ്മൾ ഈ വ്യക്തിക്ക് കൊടുക്കുന്നത്. ഉദാഹരണം, നമുക്കിപ്പോൾ നിക്കോട്ടിൻ്റെ ചൂയിങ് ഗമ്മുകൾ അവൈലബിൾ ആണ്. സിഗരറ്റിലുള്ള ലഹരി പദാർത്ഥമാണ് നിക്കോട്ടിൻ്റെ ചൂയിങ് ഗമ്മുകൾ നമുക്ക് കൊടുക്കാം, നിക്കോട്ടിൻ്റെ പാച്ച് നമുക്ക് കൊടുക്കാം. മദ്യം ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ മദ്യത്തിന് സമാനമായ രാസ സ്വഭാവമുള്ള ഒരു മരുന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വ്യക്തിക്ക് പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നില്ല. പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഉണ്ടാകാതെ ഈ വ്യക്തി ഇതിലേക്കൂടെ കടന്നു പോകുന്നു. അദ്ദേഹത്തിന് പിൻവാങ്ങൽ ലക്ഷണങ്ങളില്ല. 5 മുതൽ 7 വരെ ദിവസം വരെയോ 7 മുതൽ 10 വരെ ദിവസങ്ങൾ കൊണ്ടോ ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഉണ്ടാവാതെ രോഗി നേരെ നിൽക്കുന്നു. അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലഹരി ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയും ലഹരി ഉപയോഗിക്കുന്നതിന് ഒരു കാരണമുണ്ട്. സർവ്വസാധാരണമായ സാമൂഹ്യ ഉത്കണ്ഠാരോഗത്തിൻ്റെ കാര്യമെടുക്കുക. സാമൂഹ്യ ഉത്കണ്ഠാരോഗമുള്ള വ്യക്തികൾക്ക് ഒരു സ്റ്റേജിലേക്ക് വരാനോ ആൾക്കാരെ അഭിമുഖീകരിക്കാനോ സംസാരിക്കാനോ സാധിക്കില്ല. സാമൂഹ്യ ഉത്കണ്ഠയൊക്കെ ഏകദേശം 12 മുതൽ 15% വരെ ജനസംഖ്യയിലുണ്ട്. ഇത്തരം സാമൂഹ്യ ഉത്കണ്ഠയുള്ള ഒരു വ്യക്തിക്ക് ഒരു കല്യാണത്തിനോ ചടങ്ങിനോ പൊതുചടങ്ങുകൾക്കോ പോയി കഴിഞ്ഞാൽ ആൾക്കാരോട് സംസാരിക്കാൻ പറ്റില്ല, ഇടപഴകാൻ പറ്റില്ല. അവർ ഒരു പരാജയമായിരിക്കും, സാമൂഹികമായി അവർ ഒറ്റപ്പെടും. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു വ്യക്തി ഇയാളോട് പറയുകയാണ്, ഒരല്പം മദ്യം കഴിച്ച് നോക്കിയാൽ മതി, ഒരു വ്യത്യാസമുണ്ടാകുമെന്ന്. ഇത് ശാസ്ത്രീയമായി ശരിയാണോ? ഒരു പരിധി വരെ ശരിയാണ്. കാരണം ഇവിടെ നിന്ന് സംസാരിക്കുന്ന എനിക്ക് വേണമെങ്കിൽ ഈ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്ന് സംസാരിക്കാം. പക്ഷേ ഇത് അരോചകമാണെന്ന് എന്നെ മനസ്സിലാക്കുന്ന ഒരു കേന്ദ്രം എൻ്റെ തലച്ചോറിലുണ്ട്. ഈ പ്രവൃത്തി അരോചകമാണെന്ന് എന്നെ മനസ്സിലാക്കിപ്പിക്കുന്ന കേന്ദ്രം എൻ്റെ തലച്ചോറിൽ ഉള്ളത് കൊണ്ടാണ് ഞാനിത് ചെയ്യാത്തത്. മദ്യം ഉപയോഗിക്കുമ്പോൾ മദ്യം ഈ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനത്തെയാണ് മന്ദീഭവിപ്പിക്കുന്നത്. സ്വാഭാവികമായും ആ വ്യക്തിക്ക് കൂടുതൽ ആളുകളുമായി ഇടപഴകാൻ, കൂടുതലായി സംസാരിക്കാൻ തോന്നും. പക്ഷേ ഇത് അപകടമാണ്. ഇത് നാം നേരത്തെ സൂചിപ്പിച്ച ഘട്ടങ്ങളിലൂടെ 1 പെഗോ 2 പെഗോ ഉപയോഗിച്ച് കൂടി കരളിനൊക്കെ കുഴപ്പം സംഭവിച്ച് നമ്മുടെ അടുത്ത് വരുന്ന ഈ വ്യക്തിയെ നമ്മൾ പിൻവാങ്ങൽ ലക്ഷണങ്ങളൊക്കെ മാറ്റി ചികിത്സിച്ച് കഴിഞ്ഞ് ഉടനെ അങ്ങ് സമൂഹത്തിലേക്ക് തിരിച്ചുവിട്ടാൽ ഒരു പ്രശ്നമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ഉത്കണ്ഠാരോഗം നമ്മൾ ചികിത്സിച്ചിരിക്കുന്നു. അതായത് ലഹരിക്കടിമയായ ഒരു വ്യക്തിയുടെ, ഒരു ദുശീലത്തിനടിമയായ ഒരു വ്യക്തിയുടെ പ്രാഥമിക മാനസികാരോഗ്യ പ്രശ്നം ഒരു സൈക്യാട്രിസ്റ്റ് കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ മാത്രമേ ഈ ചികിത്സ പൂർണ്ണമാകുന്നുള്ളൂ. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ വ്യക്തിയെ തിരിച്ചുവിടുന്നത് എങ്ങോട്ടാണ്? അതേ സമൂഹത്തിലേക്കാണ്.
ബാറുകളുള്ള, ബിവറേജ് ഷാപ്പുകളുള്ള, സാമൂഹിക സാഹചര്യങ്ങൾ അതുപോലെ നിലനിൽക്കുന്ന, കുടുംബ സാഹചര്യങ്ങൾ അതുപോലെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലേക്ക് തന്നെയാണ് നമ്മൾ ഈ വ്യക്തിയെ വീണ്ടും തിരിച്ചുവിടുന്നത്. അവിടെയാണ് നാം നേരത്തെ പറഞ്ഞ എല്ലാത്തിൻ്റെയും പ്രവർത്തനങ്ങൾ വേണ്ടി വരുന്നത്. കുടുംബത്തിൽ അദ്ദേഹത്തിന് മറ്റൊരു എൻഗേജ്മെൻ്റ് ഉണ്ടാകണം. നാം നേരത്തെ സൂചിപ്പിച്ചു, ലക്ഷങ്ങളിലും ആയിരങ്ങളിലും സന്തോഷം അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അയാളെയാണ് നാം നേരത്തെ സൂചിപ്പിച്ച 50ഓ 75ൻ്റെ കുടുംബജീവിതത്തിൻ്റെയോ പുസ്തകം വായനയിലേക്കോ കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. മദ്യം ഉപയോഗിച്ചിരുന്ന ഒരു വ്യക്തി 5ഓ 10ഓ വർഷം മദ്യം സ്ഥിരമായി ഉപയോഗിച്ചതിന് ശേഷം ഒരു ലഹരി വിമുക്ത ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ 6നോ 6:30 വന്ന് തിരിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിലൊരു കാര്യം മനസ്സിലാക്കുന്നത്. തൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും മദ്യപാനികളായിരുന്നു. തൻ്റെ 5ഓ 10ഓ വർഷം നീണ്ട മദ്യപാനത്തിന് ശേഷം തനിക്ക് മദ്യപാന്മാരല്ലാത്ത സുഹൃത്തുക്കൾ ആരുമില്ല. അവിടെ ഒരു ശൂന്യതയുണ്ട്, ഒരു വാക്വമുണ്ട്. അവിടെയാണ് കുടുംബങ്ങൾ ഇടപെടേണ്ടത്, അവിടെയാണ് കുട്ടികൾ ഇടപെടേണ്ടത്. ആ കുടുംബത്തിലും മറ്റും അദ്ദേഹത്തിന് സമയം ചിലവഴിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ടാകും. തിരിച്ച് ഈ മനുഷ്യൻ നടന്നു വരുന്നത് വർണ്ണാലങ്കൃതമായ ലൈറ്റുകളുള്ള ബാറിൻ്റെ മുമ്പിലൂടെയാണെങ്കിൽ ഇത് കാണുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും മദ്യപിക്കാനുള്ള പ്രവണതയുണ്ടാകും. വഴിതിരിച്ച് വിടുക എന്നുള്ളത് മാത്രമേ അതിൻ്റെ മാർഗ്ഗമുള്ളൂ. പൈസ കിട്ടുന്ന 1-ാം തീയതിയാണ് ഇദ്ദേഹം മദ്യപിക്കാൻ സാധ്യത കൂടുതലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഉന്നതാധികാരികളുമായി സംസാരിച്ചുകൊണ്ട് ഈ പണം ഭാര്യയുടെ അക്കൗണ്ടിലേക്കോ ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇത്തരത്തിൽ വ്യക്തിയും സമൂഹവും കുടുംബവും എല്ലാം വിചാരിച്ചാൽ മാത്രമേ ഈ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കൂ. ഇതിന് ചില പ്രക്രിയകളുണ്ട്. ഒരു ദുശീലമുള്ള ഒരു വ്യക്തിയോട് നാം സംസാരിക്കുകയാണെങ്കിൽ അവർ പല ഘട്ടങ്ങളിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഒരു പൂർവാലോചനാ ഘട്ടമെന്ന് പറയും. പൂർവാലോചനാ ഘട്ടം വളരെ എളുപ്പമാണ്. അറിവില്ലായ്മ ആനന്ദമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയില്ല, ഇതിൻ്റെ വൈദ്യശാസ്ത്ര പ്രശ്നത്തെക്കുറിച്ച് അറിയില്ല, ഇതിൻ്റെ ശാരീരിക പ്രശ്നങ്ങളെക്കുറിച്ച് അറിയില്ല, ഇതിൻ്റെ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവരിതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല, സംസാരിക്കുന്നത് പോലുമില്ല. അത്തരം പൂർവാലോചനാ ഘട്ടത്തിൽ നിന്നും ഒരാലോചനാ ഘട്ടത്തിലേക്ക് എത്തും. നമുക്കൊരു കയ്യാലപ്പുറത്തെ തേങ്ങ എന്നൊക്കെ പറയാം. വേണോ വേണ്ടയോ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ്. നിർത്തണോ, നിർത്തിയാൽ എന്ത് സംഭവിക്കും, നിർത്തിയാൽ ഉണ്ടാകുന്ന ഗുണം ഇത് തുടർന്നാലുണ്ടാകുന്ന ഗുണത്തേക്കാൾ കൂടുതലാണോ, ഇത്തരത്തിലൊരു കൺഫ്യൂഷനിലാണെന്ന് നമുക്ക് പറയാം. അതിനുശേഷം പൂർവാലോചനാ ഘട്ടവും ആലോചനാ ഘട്ടത്തിന് ശേഷം പ്രിപ്പറേഷൻ, തയ്യാറെടുപ്പ് ഘട്ടമാണ്. തയ്യാറെടുപ്പ് ഘട്ടത്തിൽ വ്യക്തി ഇതിനെ സംബന്ധിച്ച ലേഖനങ്ങൾ ശേഖരിക്കുന്നു, ഡോക്ടർമാരുമായി സംസാരിക്കുന്നു, തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഇതിനുശേഷമാണ് ആക്ഷൻ ഘട്ടം അല്ലെങ്കിൽ പ്രവർത്തന ഘട്ടം. പ്രവർത്തന ഘട്ടത്തിൽ ഈ വ്യക്തി ഈ പദാർത്ഥം നിർത്തുകയാണ്. അദ്ദേഹം വീണ്ടും ഇത് ഉപയോഗിക്കുന്നില്ല. അതിനോട് സംബന്ധിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്തരത്തിൽ നിർത്തിയ ഒരു വ്യക്തി മദ്യം നിർത്തിയതിന് ശേഷം മദ്യം ഉപയോഗിക്കുന്ന പാർട്ടികളിൽ പോയാൽ അപകടമാണ്. മദ്യത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അപകടകരമാണ്. അതായത് ദൃശ്യമാധ്യമങ്ങളിൽ പോലും മദ്യത്തെ സംബന്ധിച്ച ഒരു പരസ്യം അദ്ദേഹത്തിൻ്റെ മാനസികതയെ ബാധിക്കാം. അവിടെയാണ് മാധ്യമങ്ങളുടെ പ്രസക്തി. ഇടുക്കി ഗോൾഡ് എന്നൊക്കെ പറയുന്ന സിനിമകൾ വന്നതിന് ശേഷം കഞ്ചാവിൻ്റെ ഉപയോഗം, കഞ്ചാവിനെ മഹത്വവൽക്കരിച്ച ആ സിനിമയ്ക്ക് ശേഷം കഞ്ചാവിൻ്റെ ഉപയോഗം യുവജനങ്ങൾക്കിടയിൽ വളരെ വ്യാപകമായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ എത്രയോ ഞങ്ങളുടെ അടുത്ത് വരുന്നത് ഈ സിനിമയ്ക്ക് ശേഷം കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അത്തരത്തിലുള്ള മാധ്യമ ഇടപെടലുകൾ ഈ കാര്യങ്ങളൊക്കെ ഈ വ്യക്തിയെ സ്വാധീനിക്കും. അങ്ങനെയുള്ള ഒരു പ്രവർത്തന ഘട്ടം, ആ പ്രവർത്തന ഘട്ടത്തിൽ ഇതെല്ലാം മാറ്റിവെച്ചതിന് ശേഷം മെയിൻ്റനൻസ് അഥവാ തുടർഘട്ടത്തിൽ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷേ അത്ര തീവ്രതയോടുകൂടി ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വഴുതി വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇദ്ദേഹം ഇത്തരം പാർട്ടികളിൽ പോവുകയോ ഇത്തരം സ്ഥലങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്താൽ പ്രശ്നമുണ്ടാവാം. ഇതിനുശേഷം എല്ലാവരും ഭയപ്പെടുന്ന ഒരു ലഹരി വിമുക്ത ചികിത്സയ്ക്ക് പോയ ഭർത്താവിൻ്റെ ഏറ്റവും വലിയ ദുരന്തമായ ഒരു ഭാര്യ കാണുന്ന ഘട്ടമാണ് റിലാപ്സ്, വഴുതി വീഴൽ. വീണ്ടും നമ്മൾ ലഹരിയിലേക്ക് പോകുന്നു. ഒരു ദിവസം 1-2 പ്രാവശ്യം, ആഴ്ചയിലൊരിക്കൽ വീണ്ടും ആ വ്യക്തി അതിലേക്ക് പോവുകയാണ്. പക്ഷേ അദ്ദേഹം അപ്പോഴും പൂർണ്ണമായി മദ്യപിക്കുന്നില്ല. അതിനുശേഷം പുനർപതനം അഥവാ റിലാപ്സ്. നേരത്തെ അദ്ദേഹം എന്ത് രീതിയിലാണോ ലഹരി ഉപയോഗിച്ചിരുന്നത് ആ തലത്തിലേക്ക് അദ്ദേഹം എത്തുന്നു. പക്ഷേ ഇതിലേറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥയെന്ന് പറയുന്നത്, നേരത്തെ 1-2 പെഗ് ഉപയോഗിച്ചിരുന്ന ആൾ 5-6 പെഗ് ഉപയോഗിക്കുന്ന ലഹരിക്ക് അടിമയാവണമെങ്കിൽ 7-8 വർഷം എടുത്തിരുന്നെങ്കിൽ റിലാപ്സിൽ, പുനർപതനത്തിൽ അതിന് ആഴ്ചകൾ മതിയാകും, ദിവസങ്ങൾ മതിയാകും. ഈ ഓരോ ഘട്ടത്തെയും നാം നേരിടേണ്ടതുണ്ട്. ഇതിലേത് ഘട്ടത്തിലാണ് ഒരു വ്യക്തി ഉള്ളത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെടുത്തി സമൂഹവും കുടുംബവും ഒക്കെ നേരിട്ടിടപെട്ടാൽ മാത്രമേ നമുക്ക് ഒരു ദുശീലത്തെ പടിക്ക് പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ. നന്ദി. സർ, ഞാനൊരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. അന്നേരം ഈ വാർഡിലൊക്കെ പോകുമ്പം ആൾക്കാർ പറയുന്നത്, ഈ ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട്, അതായത് കുറച്ച് എമൗണ്ടിൽ മദ്യം കഴിക്കുന്നത് വലിയ പ്രശ്നമില്ല, അത് രോഗങ്ങൾ വലിയ ഹൃദയത്തിനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? അങ്ങനെയാണ് രോഗികളുടെ ഇടയിൽ ഒരു വെപ്പ്. എനിക്ക് ചെറിയൊരു കഥയാണ് ഓർമ്മ വരുന്നത്. യഥാർത്ഥത്തിൽ
ഒരു മനുഷ്യൻ രാവിലെ വീട്ടുമുറ്റത്ത് നിന്ന് വിറക് കീറുന്നത് കണ്ടുവന്ന ഒരു അയൽക്കാരൻ ചോദിക്കുകയാണ്, എന്താണ് വിറക് കീറുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, വ്യായാമം നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അയൽക്കാരൻ തിരിച്ചു പറയുകയാണ്, താങ്കളുടെ ഭാര്യ ഒരു ഡോക്ടറാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ്. ഒരു ഡോക്ടർ മദ്യം എന്ന് പറയുന്നത് ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ്. ഒരു ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു വസ്തു എടുക്കണമെന്നുള്ളത് ഒരു ഡോക്ടറും പറയില്ല. മാത്രമല്ല, ഇതിനെ നമ്മൾ മദ്യ കമ്പനികൾ പല രീതിയിലും ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നമ്മുടെ മദ്യക്കുപ്പികളൊക്കെ ഇപ്പോഴും അതിൻ്റെ പുറത്തൊട്ടിച്ചിരിക്കുന്നത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്നാണ്. എന്തെങ്കിലും ഗുണം ഉണ്ടായിരുന്നെങ്കിൽ ഈ കമ്പനികൾ പോലും ഇതിനെ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു അളവിലും മദ്യം ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ ഇതിലൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇതിലൊരു ഫ്രഞ്ച് റെഡ് വൈൻ പാരഡോക്സ് എന്ന് പറയുന്ന ഒരു പഠനമുണ്ട്. അതായത് ഒരു പഠനം നടത്തുകയുണ്ടായി. ഫ്രാൻസിൽ യൂറോപ്പിലുള്ള മറ്റാളുകളെ അപേക്ഷിച്ച് കൊഴുപ്പ് കൊള്ളുന്ന ഭക്ഷണവും മറ്റുമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഇടയിൽ ഹൃദയാഘാതത്തിൻ്റെ നിരക്ക് കുറവാണെന്നുള്ള ഒരു പഠനം വരികയുണ്ടായി. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഫ്രാൻസിലുണ്ടാക്കുന്ന ഒരു പ്രത്യേകം വൈൻ ആണ് ഇതിന് കാരണമായത് എന്ന് പഠനം തെളിയിച്ചു. അതാണ് നമ്മൾ ഇവിടെ ഈ വ്യാപകമായി പ്രചരണത്തിന് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. ഒരു ഫ്രാൻസുകാരൻ്റെ ജനിതക ഘടനയുടെ ഒരു പ്രശ്നമുണ്ട്. അതിൽ ഈ ഫ്രാൻസിലുണ്ടാകുന്ന മുന്തിരിയുടെ ഒരു പ്രശ്നമുണ്ട്. ഫ്രാൻസിലുണ്ടാകുന്ന മുന്തിരിയുടെ ക്വാളിറ്റിയുണ്ട്. അവിടുത്തെ കാലാവസ്ഥയുടെ പ്രശ്നമുണ്ട്. അങ്ങനെ എടുക്കുന്ന റെഡ് വൈനാണ് ഇത് കുറയ്ക്കുന്നത്. പിന്നെ അവർ പൊതുവേ വ്യായാമം ചെയ്യുന്നവരാണ്. അതൊന്നും നമ്മുടെ കേരളത്തിലെ ചൂടുള്ള കാലാവസ്ഥയിലേക്ക് നമ്മുടെ ജനിതകത്തിൽ കുടിച്ചാൽ കിടക്കണമെന്ന് വാശി പിടിക്കുന്ന മലയാളിയുടെ മുന്നിൽ ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കാത്തതാണ്. ഒരു ഡോക്ടറും ഒരു പൊതുവേദിയിലും മദ്യത്തിന് അനുകൂലമായി സംസാരിക്കരുതെന്ന് തന്നെയാണ്. മറ്റൊന്നും കൊണ്ടല്ല, മദ്യം എത്ര ചുരുങ്ങിയ അളവിലാണെങ്കിലും ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് സംസാരിക്കരുതെന്ന് തന്നെയാണ് ശാസ്ത്രീയമായ വിശകലനം. ഡി അഡിക്ഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ ചികിത്സിച്ച ശേഷം അവർ തിരികെ എത്ര കേസ് വന്നിട്ടുണ്ട് എന്നുള്ളത് റഫ് ഐഡിയ, യുവർ അഡ്വൈസ്. അവിടെയാണ് നമ്മുടെ ഏറ്റവും ദുഃഖകരമായ ഒരു പ്രശ്നമുള്ളത്. കാരണം ലോകത്തിലെ ഏറ്റവും നല്ല ലഹരി വിമോചന ചികിത്സാ കേന്ദ്രങ്ങളിൽ, നമ്മൾ അമേരിക്കയിലെയും യൂറോപ്പിലെയും സ്റ്റാൻഡേർഡ്സ് വെച്ചാണ് പറയുന്നത്, അവിടെ പോലും 5 വർഷം ലഹരി വിമുക്തനായ ഒരു വ്യക്തി 5 വർഷം കഴിഞ്ഞ് വീണ്ടും മദ്യപിക്കാതിരിക്കാനുള്ള സാധ്യത 20-25% ഇടയിലാണ്. പക്ഷേ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. 20 മുതൽ 25% വരെ എന്ന് പറയുന്നത് ഒട്ടും ചെറിയൊരു കണക്കല്ല. നമ്മൾ മറ്റു രോഗങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ പ്രമേഹവും രക്തസമ്മർദ്ദവും ഉൾപ്പെടെ ഒരു ജലദോഷം പോലും നമ്മൾ ചികിത്സിച്ചാൽ 5 വർഷം കഴിയുമ്പോൾ 25% പേർക്ക് ജലദോഷം പോലും വരാതിരിക്കില്ലല്ലോ സർ. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഒരു നല്ല വശം തന്നെയാണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും ഒക്കെ ഒരു കൂട്ടായ പരിശ്രമം ഈ ഒരു ലഹരി വിമോചന ചികിത്സയ്ക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. പലപ്പോഴും കുട്ടികൾ, കൗമാരപ്രായക്കാർ ലഹരി വസ്തുക്കൾ കൂടുതലായിട്ട് പരീക്ഷിക്കുന്നതായിട്ട് ഈയിടെ അനുഭവത്തിൽ കണ്ടുവരുന്നു. ഇപ്പം ഏതെങ്കിലും പ്രത്യേക സവിശേഷതയുള്ള കുട്ടികൾ ഈ ലഹരി വസ്തുക്കൾ കൂടുതൽ ഉപയോഗിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക വിഭാഗം അല്ലെങ്കിൽ പ്രത്യേക സ്വഭാവ സവിശേഷതയുള്ള കുട്ടികളെ നേരത്തെ തന്നെ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ ലഹരി ഉപയോഗത്തിലേക്ക് അവർ പോകുന്നത് തടയാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ അറിയാവുന്നതുപോലെ നമ്മൾ ADHD എന്ന് പറയും, ഈ ശ്രദ്ധക്കുറവും പിരിപിരിപ്പും എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. ഇത്തരം കുട്ടികൾക്ക് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഇവരുടെ ഉള്ളിലെന്തോ ഒരു മോട്ടോർ വെച്ചതുപോലെയാണോ നടക്കും, ചുറ്റി നടക്കുന്നവരായിരിക്കും, ഓടി നടക്കുന്നവരായിരിക്കും. ഈ കുട്ടികൾ കുറച്ചുകൂടി അങ്ങോട്ട് വളർന്നു കഴിയുമ്പോൾ ഇമ്പൾസിവിറ്റി, എന്തെങ്കിലും എടുത്തു ചാടി ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാകും. നിർഭാഗ്യവശാൽ നമ്മൾ ഈ പറഞ്ഞ ADHD, അതിനുശേഷം ഉണ്ടാകുന്ന സ്വഭാവ പ്രശ്നങ്ങൾ, കോണ്ടക്ട് ഡിസോർഡർ എന്നൊക്കെ പറയും, ഇത്തരം ക്വാളിറ്റീസ് അല്ല, ഇതൊരു രോഗമാണ് യഥാർത്ഥത്തിൽ. ഈ രോഗമുള്ള കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവർക്ക് എപ്പോഴും ഒരു സെൻസേഷൻ സീക്കിങ് അഥവാ ത്രിൽ സീക്കിങ് എന്ന് പറയും, പുതിയ പുതിയ കാര്യങ്ങളോടുള്ള ഒരു അടക്കാനാവാത്ത ഒരു അഭിവാഞ്ചയും അഭിനിവേശവും ഒക്കെ അവർക്കുണ്ടാവും. എന്ത് കിട്ടിയാലും ഒന്ന് പരിശോധിച്ച് നോക്കാനുള്ള ഒരു പ്രവണതയുണ്ടാവും അവർക്ക്. ഇത്തരത്തിൽ നമ്മൾ സൂചിപ്പിച്ച ADHD ഒക്കെ ഉള്ള കുട്ടികൾക്ക് അവർ വളർന്നു വരുമ്പോൾ ഒരു 13-14 വയസ്സാകുമ്പോൾ ഈ പ്രായത്തിന് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിയുടെ തലച്ചോറ് ഏറ്റവും കൂടുതൽ വളരുന്നത് ഗർഭാവസ്ഥയിലാണ്. അതിനുശേഷം അടുത്ത 1 വർഷമാണ്, പിന്നീട് അതിൻ്റെ അടുത്ത 1 വർഷമാണ്. ഇങ്ങനെ വളർന്ന തലച്ചോറിൽ കോടാനുകോടി ന്യൂറോണുകൾ, ലക്ഷക്കണക്കിന് കോടാനുകോടി ന്യൂറോണുകൾ കോടാനുകോടി കണക്ഷൻസ് ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഒന്ന് വെട്ടി നിരത്തുന്ന, നമ്മൾ പ്രൂണിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. നമ്മുടെ ഈ ചില ചെടികളൊക്കെ വെട്ടി നന്നാക്കി പുതിയ ഷേപ്പുകളിൽ ഉണ്ടാക്കുന്ന പോലൊരു പ്രക്രിയ കൗമാരത്തിൽ നടക്കുന്നുണ്ട്. അതിനെ സ്വാധീനിക്കുന്ന ജനിതക ഘടകങ്ങളുമുണ്ട്, സാമൂഹിക സാഹചര്യങ്ങളുമുണ്ട്. അപ്പം നമ്മുടെ ഒരു ബന്ധു, അടുത്ത ബന്ധു മദ്യപാനിയാണെങ്കിൽ നാം മദ്യപാനിയാവാനുള്ള സാധ്യത കൂടുതലാണ്. ചില സാമൂഹിക സാഹചര്യങ്ങൾ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മദ്യപാനത്തെ പ്രോത്സാഹിക്കുന്ന TV പരസ്യങ്ങളോ കുടുംബങ്ങളിലെ മദ്യപാനമോ, നമ്മളൊരു പാർട്ടിയൊക്കെ നടത്തിയാൽ കുടുംബത്തിൽ ഒരു കുട്ടിയുടെ മുന്നിൽ വെച്ച് മദ്യപിച്ചാൽ
രണ്ട് വിഷയങ്ങളുണ്ട് അതിൽ. ഒന്ന്, കുടുംബത്തിൽ കുട്ടിയുടെ മുന്നിൽ വെച്ച് മദ്യപിക്കാൻ ധൈര്യമുള്ള ഒരാൾക്ക് ഒരു മദ്യപാന രോഗത്തിൻ്റെ പ്രവണത ഉണ്ട് എന്നുള്ള ആദ്യത്തെ പ്രശ്നവും അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് അത് വരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതും ഒരു സാമൂഹികപരമായ ഒരു മോഡലിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അതിനോടൊപ്പം ഇത്തരം സ്വഭാവ പ്രശ്നങ്ങളുള്ള കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു പഴയ ചൊല്ല് മർക്കടസ്യ സുരപാനം പുച്ഛയ വൃശ്ചിക ദംശനം, അതായത് കള്ളു കുടിച്ച കുരങ്ങൻ്റെ വാലിൽ ഒരു തേള് കുത്തി എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും കുടുംബങ്ങളിലെ മദ്യപാനം, പരസ്യമായ മദ്യപാനം ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത്. ഇത്തരം സ്വഭാവ പ്രശ്നങ്ങളുള്ള കുട്ടികളെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും. സ്കൂളിൽ ടീച്ചർമാർക്ക് സാധിക്കും. അവർക്ക് ട്രെയിനിങ് കൊടുത്താൽ മതി. അവരെ നേരത്തെ ഒരു മനോരോഗ ചികിത്സാ വിദഗ്ധൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൗ ടു സേ നോ. എങ്ങനെ ഒരു കാര്യം വേണ്ട എന്ന് പറയണമെന്നുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് ഇത് അറിയില്ല. ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും അദ്ദേഹത്തിന് ഈ ഒരു ലഹരി പദാർത്ഥം കൊടുക്കുന്നത്. നീ ഉപയോഗിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് സ്നേഹത്തിൽ തുടങ്ങുന്ന ഉപദേശത്തിനപ്പുറം ഒന്ന് ഉപയോഗിച്ച് നോക്ക്, ഒരു കുഴപ്പവുമില്ല, ഞാനല്ലേ പറയുന്നത്, നിനക്കെൻ്റെ കൂട്ട് വേണമോ ഇത് വേണമോ എന്ന് കടുപ്പത്തിൽ ചോദിക്കുന്ന ആളോട് പോലും വളരെ സൗമ്യമായി എനിക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല, ഇതിത്തരം കുഴപ്പമുള്ളതാണ്, ഇത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിന് കുഴപ്പം വരില്ല എന്ന് പറയാൻ പറ്റുന്ന ഹൗ ടു സേ നോ എന്നുള്ള സ്കില്ലുകൾ, അതൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അത്തരം ഇടപെടലുകളിലൂടെ ഇത്തരം കുട്ടികൾ ഒരു കൗമാരം വരെ ഒരിക്കലും തുടങ്ങാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്, ഒരു ചുമന്ന ലൈറ്റ് തന്നെയാണ് അവിടെ ഉണ്ടാവേണ്ടത്. ഒരിക്കൽ തുടങ്ങിയാൽ അവരുടെ തലച്ചോറിൽ, അപക്വമായ തലച്ചോറിൽ ലഹരിയുടെ ആദ്യ ഗണങ്ങൾ കടത്തിവിട്ടാൽ തീർച്ചയായും നികത്താനാവാത്ത കേടുപാടുകൾ തന്നെയായിരിക്കും ആ തലച്ചോറിൽ ഉണ്ടാകും. സാർ, എനിക്കൊരു ഫ്രണ്ട് ഗ്യാങ് ഉണ്ടായിരുന്നു +2 സമയത്ത്. അതിൽ നമ്മൾ 5-6 പേരുണ്ടായിരുന്നു. അതിൽ സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമാണ് കഞ്ചാവ് ഉപയോഗിക്കാത്തത്. അതിൽ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ കഞ്ചാവ് ഉപയോഗിച്ചുള്ള കുറേ പേരുണ്ടായിരുന്നു. എല്ലാവരും ഒരുവിധം എബോവ് ആവറേജ് സ്റ്റുഡൻസ് തന്നെയായിരുന്നു. അതിൽ 2 പേര് ഇപ്പോൾ ഒരാൾ നല്ലൊരു ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു, വേറൊരാൾ ഒരു സൂപ്പർ ഗിറ്റാറിസ്റ്റായി, വേറൊരാൾ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായി, വേറൊരാൾ ഇപ്പോഴും +2 എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു, വേറൊരാൾ അല്ല ഉപയോഗിക്കാതെ ഞാൻ ഇവിടെയുണ്ട്. അത് എന്തുകൊണ്ട്? ഇതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഇക്കാലത്തെ യുവതലമുറയുടെ പ്രതിനിധിയിൽ. ഒന്നാമത്, 6 പേര് ഉപയോഗിക്കുമ്പോൾ ഞാൻ ഉപയോഗിച്ചില്ല എന്നുള്ളതിന് ഞാൻ പ്രത്യേകം ഒന്ന് അഭിനന്ദിക്കുന്നു. രണ്ടത്, തുറന്നു പറയാനുള്ള ആർജവത്തെയും ഞാൻ അഭിനന്ദിക്കുന്നു. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, എന്തുകൊണ്ട് ഇവരെല്ലാവരും പല രീതിയിലായി? അവിടെയാണ് തലച്ചോറിൻ്റെ പ്രശ്നം. ലഹരി, പ്രത്യേകിച്ച് കഞ്ചാവ് ഉപയോഗിക്കുന്നവർക്കൊരു വലിയ പ്രശ്നമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും മാനസിക രോഗമുണ്ടെങ്കിൽ, മലയാളി ഒട്ടും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല അത്. മാനസിക രോഗമെന്ന് പറഞ്ഞാൽ നാം നേരത്തെ സൂചിപ്പിച്ച ശ്രദ്ധക്കുറവും പിരിപിരിപ്പും തുടങ്ങി ചിത്തഭ്രമം, സൈക്കോസിസ് ഉൾപ്പെടെ ജനസംഖ്യയിൽ ഏകദേശം 20% പേർക്കുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. 5-ൽ 1 ആൾക്ക് മാനസിക രോഗമുണ്ട്. അത്തരത്തിൽ മാനസിക രോഗങ്ങൾ ഉണ്ടെങ്കിൽ, അപ്പം നമ്മുടെ എല്ലാം കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നിരിക്കും. നമ്മളതൊരു നാണക്കേട് കൊണ്ടോ എന്തെങ്കിലും ഒരു രജ്ഞ കൊണ്ടോ പറയാത്തതായിരിക്കും. അത്തരത്തിൽ മാനസിക രോഗമുള്ളവർക്ക് കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ മാനസിക രോഗം വരാനുള്ള സാധ്യത കൂടും. എന്ന് മാത്രമല്ല, കഞ്ചാവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് ബുദ്ധി കൂടുമെന്ന് പറഞ്ഞ് പലരും ഉപയോഗിക്കുന്നുണ്ട്. നേരെ തിരിച്ചാണിത്. എമോട്ടിവേഷണൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ലക്ഷണമുണ്ട്, ഒരു ലക്ഷണ സമുച്ചയം ഇതിന് ശേഷം ഉണ്ടാവും കഞ്ചാവ് ഉപയോഗിച്ചവർക്ക്. അതിൽ സംഭവിക്കുന്നത്, ഇത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ബുദ്ധിയും ഏകാഗ്രതയും ഓർമ്മശക്തിയും ഒക്കെ നഷ്ടപ്പെട്ട് വെറും ഒരു വെജിറ്റബിൾ, പച്ചക്കറിയായി ഇദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ടുപോകേണ്ടി വരും. എന്ന് മാത്രമല്ല, കഞ്ചാവ് എന്ന് പറയുന്നത് ഒരു ഗേറ്റ് വേ ഡ്രഗാണ്, ആദ്യം തുടങ്ങുന്ന സാധനമാണ്. മറ്റ് പല ലഹരികളിലേക്കും അവർ പോയെന്നിരിക്കും. ഈ പോയവരൊന്നും തന്നെ സുരക്ഷിതരാണ് എന്ന് ഇപ്പോഴും കരുതണ്ട. അവരിനിയും മറ്റു ലഹരികളിലേക്ക് പോയാൽ അവരുടെ, ഏത് ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവരുടെയും ആയുസ് സാധാരണ ഏതു രാജ്യത്തെയും സാധാരണക്കാർ ജീവിക്കുന്നതിൻ്റെ ഏകദേശം 80% മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ ജീവിക്കുന്നത് എത്ര പ്രായത്തിലാണോ അതിന് ഏകദേശം ഒരു 80% ആകുമ്പോൾ തന്നെ ഇവർ മരിക്കുന്നതായിട്ടാണ് പഠനങ്ങൾ കാണിക്കുന്നത്. കഞ്ചാവ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പകർത്തുന്ന ഒരു വസ്തുവായി മാറിയിരിക്കുന്ന യുവജനങ്ങളുടെ ഇടയിൽ വ്യാപകമാണ്. ഏകദേശം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 5-10 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ മദ്യപാനത്തേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടേണ്ടി വരുന്നത് കഞ്ചാവിനായിരിക്കും. ഒരു പോയിന്റ്, അതായത് ഇപ്പം നമ്മളൊരു ബാഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞത് ഇപ്പം മദ്യത്തെക്കുറിച്ചാണ്. ഈ അതിൻ്റെ ഒരു ഹൈ കിട്ടുന്നത് ഡോപ്പമിൻ ലെവൽസിൻ്റെ ആണെന്ന് പറഞ്ഞു. ഈ ഒരു സെക്ഷൽ ഓർഗാസം ഡിറൈവ് ചെയ്യുന്ന പ്ലഷർ എങ്ങനെയാണ് ബ്രെയിനിനെ ഇത് ചെയ്യുന്നത്? അത് ആ ഒരു ഇതും തമ്മിൽ ചിലയിടത്തൊക്കെ മീൻസ് ചില അഡിക്ഷൻസും ഈ ഇതുമായിട്ട് ചിലപ്പോൾ കോറിലേറ്റ് ചെയ്ത് വരാറുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെ, ഹൗ ഡു യു എക്സ്പ്ലെയിൻ ദാറ്റ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡോപ്പമിൻ്റെ അളവ് നമ്മൾ സൂചിപ്പിച്ചല്ലോ. ഇതിൽ ഏകദേശം കൂടിപ്പോയാൽ സിഗരറ്റിനോടൊപ്പം എത്തുന്ന ഒരു ഡോപ്പമിൻ ഹൈ മാത്രമേ യഥാർത്ഥത്തിൽ സെക്ഷൽ ആക്ടിവിറ്റി നമുക്ക് തരുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും അറിയാം,
നമ്മൾ കൂടുതൽ അനുഭവിച്ചാൽ മാത്രമേ തൊട്ട് താഴെയുള്ളത് അനുഭവിക്കാതിരിക്കാൻ നമുക്ക് സാധ്യതയുള്ളൂ. 3 ലഡു സ്ഥിരമായി തിന്നുന്ന ഒരാൾക്ക് മാത്രമേ 1 ലഡു കഴിച്ചാൽ സന്തോഷം തോന്നാതെ ഇരിക്കുകയുള്ളൂ. ലഡു കഴിക്കാതിരിക്കുന്ന ഒരാൾക്ക് 1 ലഡു വരെ സന്തോഷം തരും. എന്ന് പറഞ്ഞതുപോലെ സാധാരണ മനുഷ്യന് ദൈനംദിന ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഡോപ്പമിൻ ഹൈ എന്ന് പറയുന്നത് സെക്ഷൽ ആക്ടിവിറ്റിയും ഫിസിക്കൽ ആക്ടിവിറ്റിയുമാണ്. ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ കിട്ടും യഥാർത്ഥത്തിൽ. നമ്മൾ ഒരു 30-40 മിനിറ്റ് ഒരു ശാരീരിക വ്യായാമം നടത്തിയാൽ പോലും നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ്റെ അളവ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ നിന്നും ചികിത്സയുടെ ഒരു ഘട്ടമായി, ഒരു ഭാഗമായി നമ്മൾ ശാരീരിക വ്യായാമവും മറ്റുമൊക്കെ പറയുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളത്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മദ്യപിക്കുന്ന ഒരു വ്യക്തിയോട് അദ്ദേഹത്തെ ഒരു സാമൂഹ്യദ്രോഹിയായി കണക്കാക്കി നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ പലരും പറയും, നിനക്ക് കുടുംബത്തിൻ്റെ കൂടെ സമയം ചെലവഴിച്ചുകൂടെ, നിനക്കൊരു ഭാര്യയില്ലേ, അവരുടെ കൂടെ സമയം ചെലവഴിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അവിടെയൊക്കെ നിസ്സഹായനായി ഈ മനുഷ്യൻ പരാജയപ്പെടുന്നതിൻ്റെ കാരണം ലക്ഷങ്ങളിലോ 10,000-ങ്ങളിലോ ഈ ഡോപ്പമിൻ്റെ സന്തോഷം അനുഭവിച്ച ഒരു വ്യക്തിയെ നമ്മൾ 50-ലോ 75-ലോ 250-ലോ തളച്ചിടാൻ ശ്രമിക്കുന്നിടത്താണ്. ഇത് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതുകൊണ്ട് തന്നെയാണ് നാം നേരത്തെ സൂചിപ്പിച്ച 5 വർഷത്തിന് ശേഷം ഇവരിൽ 20-25% പേർക്ക് മാത്രം ലഹരി വിമുക്തരായി നിൽക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതത്ര എളുപ്പമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നാം പറയുന്നത് ഒരിക്കലും ഇത് തുടങ്ങാതിരിക്കുക എന്നുള്ളത്. കാരണം കൂടിയ ഒരു സന്തോഷത്തിലെത്തിയ ഒരാളെ കുറഞ്ഞ ഒരു സന്തോഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമുക്കറിയാവുന്നതുപോലെ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥ. പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്, പല സ്കാനുകളും എടുത്തു നോക്കുമ്പോൾ കുറഞ്ഞത് 5 വർഷമെങ്കിലും ഈ ലഹരി പദാർത്ഥം പൂർണ്ണമായി ഉപയോഗിക്കാതിരുന്നാൽ മാത്രമേ നിങ്ങളുടെ തലച്ചോറ് പഴയ അവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ്. 5 വർഷമെങ്കിലും ഈ ലഹരി പദാർത്ഥം തുടരുത്. അതുപോലെ ഈ ചികിത്സാ രീതിയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ രോഗി അറിയാതെ ചികിത്സിക്കുന്ന ചില സമ്പ്രദായങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം. അത് വേണ്ടിവരുന്ന അവസ്ഥ എപ്പോഴാണ്, അല്ലെങ്കിൽ മറ്റ് ചികിത്സകൾ പരീക്ഷിച്ച ശേഷമാണോ അതിലേക്ക് പോകുന്നത്? ലഹരിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ അതാണ്. പല പരസ്യങ്ങളും നാം കാണുന്നുണ്ട്, മദ്യപൻ അറിയാതെ മദ്യപാനത്തിനുള്ള ചികിത്സ. നമ്മൾ പറഞ്ഞ ശാസ്ത്രീയ വശം വെച്ച് തന്നെ നമുക്കിപ്പോഴറിയാം അതൊട്ടും സത്യമല്ല. ഒരു ലഹരിക്കടിമയായ വ്യക്തിയെയും അദ്ദേഹം അറിയാതെ ഇത് കുറയ്ക്കാൻ സാധിക്കില്ല. ഒന്നാമത്തെ പ്രശ്നം, അദ്ദേഹം അത് നിർത്തണമല്ലോ. നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിൻ്റെ പിൻവാങ്ങൽ ലക്ഷണം കുറയ്ക്കാനുള്ളൊരു മരുന്ന് കൊടുക്കണമല്ലോ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായ മാനസിക പ്രശ്നം നമ്മൾ പരിഹരിക്കണമല്ലോ. അതിനുശേഷം സാമൂഹികവും കുടുംബപരമായ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കണമല്ലോ. ഇതിലൊന്നും തന്നെ മദ്യപാനിയെ അല്ലെങ്കിൽ ലഹരിക്കടിമയായ വ്യക്തിയെ കൂട്ടുപിടിക്കാതെ നമുക്ക് സാധിക്കില്ല. ഇതിലെ ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ മദ്യപൻ അറിയാതെ ചികിത്സിക്കാൻ കൊടുക്കുന്ന പല മരുന്നുകളും ഞങ്ങളെ മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നുണ്ട്. ആ മരുന്നാണ് അവർ കൊടുക്കുന്നത്, ഡൈസൾഫറാം എന്ന് പറയും. അത് ഉപയോഗിച്ചാൽ സംഭവിക്കുന്നത്, മദ്യം സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഈ മരുന്ന് ഉപയോഗിച്ചാൽ അവർക്കൊരു റിയാക്ഷൻ ഉണ്ടാവും. അവർ ഛർദ്ദിക്കും, അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ശാരീരിക ലക്ഷണങ്ങളുണ്ടാകും. അപ്പോൾ മദ്യപൻ അറിയാതെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വ്യക്തി കുടിക്കാതിരിക്കും എന്നുള്ളതാണ് ഒരു വിചാരമാണ് ഇതിൻ്റെ അടിസ്ഥാനം. പക്ഷേ ഇത് ഒട്ടും തന്നെ സത്യമല്ല എന്ന് മാത്രമല്ല, ഈ ICUകളിലൊക്കെ ഞങ്ങൾ കണ്ട ചില കേസുകളിൽ ചെറിയ അളവിലുള്ള ആൽക്കഹോൾ, അതായത് ഒരു വ്യക്തിക്ക് ഭാര്യ ഇതറിയാതെ കൊടുത്തുകൊണ്ടിരിക്കുകയും ഈ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഒരു പുറത്തുനിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു സ്പ്രേ അടിച്ചതിന് ശേഷം അതിൽ മദ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അതുകൊണ്ട് ഹൃദയാഘാതം വന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു ചികിത്സയും ആ രോഗി അറിയാതെ സാധിക്കില്ല. അപ്പം തലച്ചോറ് പോലുള്ള ഒരു അവയവത്തിൻ്റെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ചികിത്സാ രീതിയിൽ ഒരിക്കലും ആ വ്യക്തിയെ കൂട്ടുപിടിക്കാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിലെ ശാസ്ത്രീയ വശം നാം നേരത്തെ സൂചിപ്പിച്ച, നമ്മൾ പൂർവാലോചന ഘട്ടത്തിലാണ് ആ വ്യക്തി പൂർവാലോചന ഘട്ടത്തിലായതുകൊണ്ടാണ് അദ്ദേഹം ഇതിന് തയ്യാറായി വരാത്തത്. അദ്ദേഹത്തെ നമ്മൾ ആലോചനാ ഘട്ടത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. സാറേ, ബാംഗ്ലൂർ ഈ ന്യൂ ഇയറിന് ഈ ഒരു പെൺകുട്ടി നടന്നു പോയപ്പോൾ കുറച്ച് പേർ ആക്രമിച്ചായിരുന്നു. അതിനുശേഷം നമ്മുടെ ഈ കേരളത്തിൽ പോലും ഒരു ആക്രമണം കായംകുളം 2 ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മീഡിയകളിൽ ഈ ബാംഗ്ലൂർ സംഭവത്തിന് ശേഷം എല്ലാ മീഡിയകളിലും ഇത് കുറേ തവണ കാണിക്കുന്നുണ്ട്. ഇത് കുട്ടികളെ സ്വാധീനിക്കുമോ, പ്രത്യേകിച്ച് ടീനേജിൽ? അത് മാത്രമല്ല, ഈ മദ്യപിച്ച് പോകുന്ന 2 വീലറിൽ നമുക്ക് പോലീസ് ചെക്ക് ചെയ്ത് പിടിക്കുന്നുണ്ട്, കാറ് പോകുന്നുണ്ട്. പക്ഷേ കഞ്ചാവ് പോലുള്ള ഡ്രഗ് ഉപയോഗിച്ചോട്ട് പോകുന്നവരെ പിടിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ട്? സാറ് ചോദിച്ച 2 ചോദ്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, നമ്മൾ കൗമാരക്കാരുടെ പ്രശ്നം നമ്മൾ മുമ്പേ സംസാരിച്ചു. ഇവർക്ക് മോഡലിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. ഇവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് മാധ്യമങ്ങളാണ്. അതായത് കൗമാരപ്രായക്കാർ മാധ്യമങ്ങളിലൂടെ കാണുന്നത് എന്താണ് എന്നതനുസരിച്ചാണ് അവരുടെ സ്വഭാവം വരുന്നത്. ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര ലൈക്കും ഇത്ര ഷെയറും കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം പോയി എന്ന് വിചാരിക്കുന്ന ചെറുപ്പക്കാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കൂടുതൽ കണ്ടാൽ അത് നമ്മൾ വിചാരിക്കുന്നത് ഇവർ ഈ ടി വിയിലായിരിക്കും കാണുക എന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ കൗമാരക്കാർക്ക് അങ്ങനെ ടി വിയുടെ ഒന്നും വലിയ ആവശ്യമില്ല സർ. നമ്മുടെ കയ്യിലുള്ള ഓരോ സ്മാർട്ട് ഫോണുകളിലും അവരിത്തരം ദൃശ്യങ്ങൾ എത്രയോ പ്രാവശ്യം കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് കൂടുതൽ കാണിക്കുന്നത് കൊണ്ട് അക്രമവാസന കൂടുന്നു എന്നുള്ള
ഒരു വശം, ശാസ്ത്രീയ വശം നിലവിലുണ്ട്. കാരണം എത്രത്തോളം വയലൻ്റ് ആയിട്ടുള്ള, എത്രത്തോളം ലൈംഗികമായിട്ടുള്ള ദൃശ്യങ്ങൾക്ക് ഒരു വ്യക്തി കാണുന്നുവോ അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വികാരങ്ങൾക്കുമൊക്കെ ചില വ്യത്യാസങ്ങൾ ഉൾപ്പെടാം. പ്രത്യേകിച്ചും അത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ഒരു വ്യക്തിയാണ്. രണ്ടാമത് സാറ് ചോദിച്ചത് കഞ്ചാവ് എങ്ങനെ എടുക്കാമെന്നുള്ളത്. അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം ഈ പൊതുവേ നമുക്ക് മദ്യം നമുക്ക് ഊതി കണ്ടുപിടിക്കാൻ പറ്റും. കഞ്ചാവിന് അത്തരം ഒരു സംവിധാനം ഇപ്പോൾ നിലവിലില്ല. എന്ന് വെച്ചാൽ യൂറിൻ ടെസ്റ്റ് സ്ക്രീനുകളാണ് നമുക്കുള്ളത്. അത്തരം സ്ക്രീനിങ്ങുകൾ അവൈലബിൾ ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരും ന്യൂജനും മോഡേണും ഒക്കെ ആകുമ്പോൾ നമ്മുടെ പോലീസ് ഉൾപ്പെടെ ഉള്ളവർ അത്തരം ടെസ്റ്റുകളും കൂടെ അവരുടെ പരിശോധനാ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു നിർദ്ദേശം നമുക്ക് വെക്കാനുണ്ട്. കാരണം ഇത് വളരെ ചിലവ് കൂടിയ ഒരു സാധനമാണ് എന്ന് മാത്രമല്ല, പല ചെറുപ്പക്കാരോട് സംസാരിക്കുമ്പോൾ ഇപ്പോഴവർ പറയുന്നത് കഞ്ചാവാണ് സാർ കുറച്ചുകൂടെ നല്ലത്, സ്മെല്ലില്ല, പൈസ കുറവാണ്, ചെക്ക് ചെയ്താൽ പിടിക്കത്തതുമില്ല, വീട്ടുകാരും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഭാവിയിലെന്നല്ല ഇപ്പോൾ തന്നെ അതൊരു വലിയ പ്രശ്നമാണ്. നമുക്ക് മറ്റൊന്നും വേണ്ട, ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റുകളുടെ മുന്നിൽ ക്യൂ നിൽക്കുന്ന ആൾക്കാരുടെ ശരാശരി പ്രായം എടുത്ത് നോക്കിയാൽ മതി. കേരളത്തിൽ മദ്യപാനം ആരംഭിക്കുന്ന പ്രായം 14ആണ്. 14 എന്ന് പറയുമ്പോൾ 14 ആവറേജാണ്. 14 ആവറേജ് ആവണമെങ്കിൽ അതിന് താഴെയുള്ള ആൾക്കാരും ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തരം പുതിയ പരിശോധനാ സംവിധാനങ്ങൾ, കാരണം കൊക്കൈൻ കേരളത്തിൽ വന്നു എന്ന് പോലീസ് സംബന്ധിച്ചത് 1.5-2 വർഷം മുമ്പാണ്. ഒരു പ്രശസ്തനെ കൊച്ചിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ. പക്ഷേ ഞങ്ങൾ മാനസികാരോഗ്യ വിദഗ്ധന്മാർക്ക് കൊക്കൈൻ കേരളത്തിൽ നേരത്തെ എത്തി എന്നുള്ളത് അറിയാം. പക്ഷേ നമ്മുടെ സിസ്റ്റം സമ്മതിക്കില്ല. ആ കേസ് പോലും കോടതിയിൽ ഏതവസ്ഥയിലായി എന്നുള്ളത് നമുക്കറിയാം. അത്തരം പരിശോധനാ സംവിധാനങ്ങളും മറ്റുമൊക്കെ നമ്മൾ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരുന്നു. Alcohol increases the desire and takes away the performance. As rightly pointed out by Dr. Vasudevan, orgasm will be increased, How far this statement is true? Because to get the orgasm, according to your dopamine level will be much higher. When performance is removed, what is the chemical that is active? Is that statement true? ഷേക്സ്പിയറിൻ്റെ പ്രശസ്തമായ കോട്ട്, പ്രൊവോക്കത്ത് ദ അൺപ്രൊവോക്കത്ത് ബട്ട് ടേക്കത്ത് അവേ ദ ഡിസയർ. ആരെയും പ്രലോഭിപ്പിക്കും, പക്ഷേ ആഗ്രഹം ഇല്ലാതാക്കുമെന്നുള്ളതാണ്. 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, മദ്യം ഉപയോഗിച്ച ഒരു വ്യക്തിയോട് അദ്ദേഹത്തിൻ്റെ ലൈംഗിക പങ്കാളിക്ക് ഉള്ള ഒരു നിലപാട് എന്തായിരിക്കും എന്നുള്ളത്. അവിടെ തന്നെ പ്രശ്നം തുടങ്ങും. മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തലച്ചോറിനെ മന്ദീഭവിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. തലച്ചോറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും മന്ദീഭവിപ്പിക്കുകയാണ്. ആ ഒരു മന്ദീഭാവം എല്ലാ പ്രശ്നങ്ങളിലും ഉണ്ടാകും. ദീർഘകാലം മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കരളിന് പ്രശ്നങ്ങളുണ്ടാകും, അവരുടെ പ്രത്യുൽപാദന അവയവങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകും. അത് സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലും ഉണ്ടാകും. അവരെ പുരുഷനാക്കുന്ന ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കുറയും. യഥാർത്ഥത്തിൽ മദ്യപിച്ച പുരുഷന്മാർ, അമിത മദ്യപാനികളായ പുരുഷന്മാർ, മദ്യപാനത്തിന് അടിമകളായ പുരുഷന്മാർ യഥാർത്ഥത്തിൽ സ്ത്രീകളാണ്. അവരുടെ ശരീരത്തിൽ ഈസ്ട്രജനാണ് കൂടുതൽ, ടെസ്റ്റോസ്റ്റിറോൺ അല്ല. ഒരു ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് നിർത്തുന്ന ഒരു ഹോർമോൺ എന്ന് പറയുന്ന ടെസ്റ്റോസ്റ്റിറോണാണ്. അവൻ്റെ ഒരു പൗരുഷവും അവൻ്റെ ഒരു അഗ്രഷനും അത്തരം സ്വഭാവങ്ങളൊക്കെ ഒരു ആണിന് വേണ്ടതായ കുറേ സ്വഭാവങ്ങൾ എന്ന് പണ്ട് സമൂഹം പറഞ്ഞിരുന്നത് ഇപ്പോൾ അതിൽ ചർച്ച നടക്കുന്നുണ്ട്. അത്തരം സ്വഭാവങ്ങളുടെ അടിസ്ഥാനം ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണാണ്, പൗരുഷത്തിൻ്റെ ലൈംഗികതയുടെ. ആ ഹോർമോണിനെ മദ്യം കുറയ്ക്കും. എന്നിട്ട് സ്ത്രൈണ ഹോർമോണായ ഈസ്ട്രജൻ്റെ അളവാണ് കൂട്ടുന്നത്. അതുകൊണ്ട് നിസ്സംശയം പറയാൻ സാധിക്കും, ലഹരിക്കടിമയായ പുരുഷൻ എന്ന് പറയേണ്ട, ലഹരിക്കടിമയായ എല്ലാ പുരുഷന്മാരും സ്ത്രീകൾ തന്നെയാണ്.